നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ജൂലൈ 27, 28 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ 26 വൈകിട്ട് 3:52 PM മുതൽ ജൂലൈ 28 അർദ്ധരാത്രി 12 മണി വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഈ ദിവസങ്ങളിലെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ 2 ഉണ്ട്. ശുക്രൻ 26 ജൂലൈ 26 രാവിലെ 9 AM മിഥുനം രാശിയിലേക്ക് വ്യാഴവുമായിട്ട് ഗുരുശുക്രയോഗം രൂപീകരിച്ച് രാശി മാറുന്നു. അത് ഏകദേശം ഓഗസ്റ്റ് 20 വരെ അത് തുടരും. പിന്നെ അതുകൂടാതെ 28/7 ജൂലൈ 28 സന്ധ്യയ്ക്ക് 7:46 PM ചൊവ്വ കന്നി രാശിയിൽ പ്രവേശിക്കും. ചന്ദ്രൻ ചിങ്ങം രാശിയിലേക്ക് വരുന്നു. അതിൻ്റെ ടൈമിങ്ങാണ് ആദ്യം പറഞ്ഞത്. അവിടെ ചന്ദ്രനോടൊപ്പം ശിഖയുണ്ട്, അപ്പോൾ ഗ്രഹണദോഷം വരുന്നു. പിന്നെ ശുക്രനും വ്യാഴവും ഗുരുശുക്രയോഗം രൂപീകരിക്കുന്നു. ഇപ്പോൾ കൂടാതെ നേരത്തെ തന്നെ സൂര്യനും ബുധനും ബുധാദിത്യ യോഗം രൂപീകരിക്കുന്നു. എങ്കിലും പൊതുവെ പറയാമെങ്കിൽ ഒരു ഗ്രഹവും സ്വക്ഷേത്രത്തിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഇടയ്ക്ക് പറയട്ടെ, ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല. ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ തന്നെയും 1-2% ഫലപ്രാപ്തി കുറയും ഫലപ്രവചനത്തിന്. അപ്പോൾ പണത്തിന് പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഇവിടെ ശരിക്കും 3 രാശികൾക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. അപ്പോൾ അത് അവരുടെ 3 പേരുടെ ആദ്യം പറയാം. ഒന്നാമതായിട്ട് കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന പാദം പൂയാല്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റ് പ്രതികൂലം. ശുക്രൻ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ഗുരുശുക്രയോഗം ഉണ്ട്, പക്ഷേ വ്യാഴം പ്രതികൂലമാണ്. ശുക്രൻ അനുകൂലമാണ് 12ാം ഭാവത്തിൽ. 12ാം ഭാവത്തിൽ ശുക്രൻ മാത്രമാണ് ഈ അനുകൂല ഭാവം ഉള്ളത്. ഇവിടെ ഇവർക്ക് ജന്മത്തിൽ സൂര്യനും ബുധനും നിൽക്കുന്നു. സർപ്പം അഷ്ടമത്തിൽ, വ്യാഴം 12ാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക, ബുധനാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പിന്നെ ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇത് ചെയ്യുകയും പിന്നെ കൃത്യനിഷ്ഠയോടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം, അല്പം ദോഷാധിക്യമുള്ള സമയവും മാറും. പിന്നെ ശുക്രൻ ഇവിടെ 12ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. ബാക്കിയുള്ള 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു. ഗുണദോഷ സമ്മിശ്രം ഒന്ന്
നമുക്ക് തീർത്ത് പറയാൻ പറ്റുന്നില്ല. അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. പിന്നൊരു ഗുണമുണ്ട്. 28-ാം തീയതി സന്ധ്യയ്ക്ക് ചൊവ്വ കന്നിരാശിയിൽ വരുമ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ 28 ശേഷം ഇവർക്ക് ഈ ദോഷാധിക്യം കുറയുന്നു. പൊതുവെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് അനുഷ്ഠാനങ്ങളെല്ലാം അനുഷ്ഠിച്ച് ദാനധർമാദികൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, മന്ത്രജപങ്ങൾ ഇവയൊക്കെ മുടങ്ങാതെ കൃത്യനിഷ്ഠയോടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അല്പം ദോഷാധിക്യമുള്ളത് ഗുണാധിക്യമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി അല്പം ദോഷാധിക്യമുള്ള രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതേസമയം 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അതിൽ ഏറ്റവും നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ടത് ഈ 6 ഗ്രഹങ്ങൾ പ്രതികൂലമായതിൻ്റെ ആ ദോഷം ഇവർക്ക് 11-ാം ഭാവത്തിൽ ഗുരുശുക്രയോഗം വരുന്നത് കൊണ്ട് കുറേയൊക്കെ ഒഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. പിന്നെ ചന്ദ്രനും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ ചിങ്ങരാശിക്കാർക്ക് ആഴ്ചയിൽ 7 ദിവസവും ക്ഷേത്ര ദർശനം ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ 7 ദിവസവും ചെയ്യുക. പിന്നെ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, അതുപോലെ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക്, അതുപോലെ തന്നെ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തിയ ഈ ദോഷങ്ങൾ ഒഴിഞ്ഞു പോവും. അത് മാത്രമല്ല, ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗുണാധിക്യം നേടിയെടുക്കാനും പറ്റും. ഇവിടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ഗുരുശുക്രയോഗം വന്നിരിക്കുന്നു. എങ്കിലും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സ്വക്ഷേത്രമൊന്നുമല്ല മിഥുനം രാശി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഗുരുശുക്രയോഗ എല്ലാ യോഗങ്ങൾക്കും ഇതിനൊക്കെ തന്നെ ഈ പല നിലവാരങ്ങളുണ്ട്. ഈ പരീക്ഷയ്ക്ക് കുട്ടികൾ ജയിച്ചു എന്ന് പറയാം, പക്ഷേ അതിനകത്ത് തന്നെ A+ഉം B+ഉം C+ഉം ഒക്കെ ഉണ്ടല്ലോ. അതുപോലെ ഈ യോഗങ്ങൾക്കും ഇത് ഓരോ നിലവാരങ്ങളുണ്ട്. അപ്പോൾ അത് ഇവിടെ നമുക്ക് A+ ഒന്നും കിട്ടത്തില്ല ഈ ഗുരുശുക്രയോഗത്തിന്. കാര്യം അവിടെ ഇതല്ല, എന്താ പറയുക, നമ്മുടെ സ്വക്ഷേത്രമൊന്നുമല്ല. അപ്പോൾ അതിനൊരു പരിധിയുണ്ടാവും. എങ്കിലും 11-ാം ഭാവത്തിൽ ചിങ്ങം രാശിക്ക് ഗുരുശുക്രയോഗം വന്നത് തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങൾ തന്നെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അത് പക്ഷേ ഈശ്വരനായിട്ട് ചേർന്ന് നിന്നെങ്കിലേ അത് കിട്ടുള്ളൂ. ചന്ദ്രനും ഇവിടെ അനുകൂലമാണ്. ബന്ധങ്ങൾ, പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് ബന്ധങ്ങൾ സുദൃഢമാവും, ഊഷ്മളമാവും, പുതിയ സുഹൃത്തുക്കളെ കിട്ടും. പിന്നെ തീർച്ചയായിട്ടും സർവ്വവിധ സൗഭാഗ്യം ഒക്കെ കിട്ടും. പക്ഷേ നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിലേ നടക്കുകയുള്ളൂ. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഗുരുവും ശുക്രനും ചന്ദ്രനും ഒക്കെ ഇവിടെ അനുകൂലമാണ്. അപ്പോൾ ഭൗതിക സുഖങ്ങൾ ഒക്കെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എങ്കിലും നമ്മൾ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കാം. അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട നിർദ്ദേശം. വെളിച്ചം ചാനലിൻ്റെ പ്രധാനപ്പെട്ട നിർദ്ദേശം അതാണ്. പൊതുവെ ചിങ്ങൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. നമുക്ക് ഈശ്വരൻ്റെ കൂടി ചേർന്ന് നിന്ന് നമുക്ക് ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും. ഇനി ദോഷാധിക്യമുള്ള അല്പം ദോഷാധിക്യമുള്ള രാശി എന്ന് പറയാൻ മകരം രാശിയാണ്. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലം. ബാക്കി 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് മകരം രാശിക്ക്. ചന്ദ്രൻ, ചൊവ്വ,
ശിഖി, ഇത് മൂന്നും അഷ്ടമത്തിൽ വരുന്നു. വ്യാഴം 6-ാം ഭാവത്തിലും വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ, ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ചാമുണ്ഡി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പിന്നെ ശനി ഇവർക്ക് അനുകൂലമാണ്. ഏകദേശം 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. അപ്പോൾ ശനിയുടെ ഒരു പിൻബലം മാത്രമാണ് ഇവർക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവർക്കും ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. പ്രധാനമായിട്ടും ഇവർക്ക് ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയം ഉണ്ടാകാനുള്ള സാധ്യത ഇങ്ങനെ നിലനിൽക്കുന്നു. എങ്കിലും അത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇനി നമുക്ക് മേടം തൊട്ട് തുടങ്ങാം. അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനി ഇവിടെ 7 ശനിയാണ്. അപ്പോൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക, വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. പിന്നെ ഇവർക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. ശുക്രൻ, ബുധൻ. അപ്പോൾ ഇവർക്ക് 3-ാം ഭാവത്തിൽ ഗുരുശുക്ര യോഗം കൊണ്ട് വ്യാഴം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. അപ്പോൾ അത് ഈ ഗുരുശുക്ര യോഗത്തിൻ്റെ കാര്യമായ നേട്ടങ്ങൾ ഇവർക്ക് കിട്ടുന്നില്ല. ശുക്രനും ബുധനും അനുകൂലമായതുകൊണ്ട് ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കലാസാഹിത്യ രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. പിന്നെ സർപ്പം അഥവാ രാഹു 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം കിട്ടും. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ സാധ്യതയുണ്ട്. എങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിൽ ഈ ഗുണഫലങ്ങൾ നമുക്ക് അനുഭവവേദ്യമാവുള്ളൂ. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. 4 ഗ്രഹങ്ങളാണ് ഇവർക്ക് അനുകൂലമെങ്കിലും അതെല്ലാം തന്നെ 1.5 ഗ്രഹങ്ങളാണ്. ശനി, വ്യാഴം, സൂര്യൻ, ശുക്രൻ, ഇത് 4 അനുകൂലമാണ്. ചൊവ്വ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ബാക്കി 4 ഗ്രഹങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർ ഏർപ്പെടുന്ന മിക്കവാറും എല്ലാ കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കും. സാങ്കേതിക മികവും കൊണ്ട് ഇവർക്ക് നേട്ടമുണ്ടാവും. സൂര്യൻ കർക്കിടക രാശിയിലാണ്. അപ്പോൾ കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. പിന്നെ ഗുരുശുക്രയോഗം വരുന്നത് ധനസ്ഥാനത്താണ്. അപ്പോൾ അമ്പരപ്പിക്കുന്ന ധനവരവ് പ്രതീക്ഷിക്കാം ഈ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തൊക്കെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ ഇവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ശുക്രൻ അനുകൂലമായതിനാൽ ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരിക എന്ന് മാത്രമല്ല, ഗുരു ശുക്രനും കൂടി ചേർന്ന് ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാക്കും. അതുപോലെ തന്നെ പുതിയ സുഹൃത്തുക്കളെ കിട്ടും. സമൂഹത്തിൽ ഉന്നതരായവരുമായിട്ട് സൗഹൃദത്തിലാവാനും അതുവഴി നേട്ടങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേടാൻ ഇവർക്ക് സാധ്യമാകും. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് വ്യാഴവും ശനിയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ശനി ഇവർക്ക് കർമ്മഭാവത്തിലാണെങ്കിലും കണ്ടകശനിയാണ്. അപ്പോൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. ചൊവ്വ ഇവർക്ക് 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും.
രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ അത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ അവർക്കുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. പൊതുവെ ഇവർക്ക് ചെറിയ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നീങ്ങിത്തുടങ്ങും. പൊതുവെ മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കർക്കിടകം ചിങ്ങം രാശികളുടെ ഫലം ആദ്യം ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ശനി പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ചൊവ്വ 12ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ചന്ദ്രനും ശിഖിയുമൊക്കെ 12ാം ഭാവത്തിലാണ്. അപ്പോൾ ഇവർ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, വെള്ളിയാഴ്ച ഇവർ ഗണപതി ക്ഷേത്രത്തിലും ചാമുണ്ഡി ക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് രവി ബുധയോഗം വരുന്നത്. അപ്പോൾ ഇവർക്ക് കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഒക്കെ വരും. ഇവർക്ക് സർപ്പം അഥവാ രാഹു 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ശിഖി 12ാം ഭാവത്തിൽ വരും. എങ്കിലും ഈ സർപ്പത്തിൻ്റെ 6ാം ഭാവത്തിലെ സർപ്പത്തിൻ്റെ ഒരു ആനുകൂല്യം കേതുവിനും കിട്ടും. അവിടെ നമുക്ക് പൂർവികരുടെ അനുഗ്രഹം പ്രതീക്ഷിക്കാം. സൂര്യനും അനുകൂലമാണ്. അപ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിലും സാധ്യതയുണ്ട്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. ഈ പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്ന ഒരു രീതിയുണ്ടല്ലോ. അതായത് ചിലർക്ക് A+ കിട്ടും, B+ കിട്ടും, C+ കിട്ടും. അങ്ങനെ ഈ 9 ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരുമ്പോഴും അവിടെയും ഈ നിലവാരം ഉണ്ട്. അതായത് ഇപ്പോൾ ശശമഹായോഗം തന്നെ പല രീതിയിലുണ്ട്. പല ഈ ക്ലാസ്സുകളുണ്ട്. A+ കിട്ടും, B+, C+, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ശശമഹായോഗം തുലാം രാശിയിൽ ശനി വരുമ്പോഴും ശശമഹായോഗം വരും. പക്ഷേ കുംഭം രാശിയിൽ ശശമഹായോഗത്തോടെ ശനി വരുമ്പോഴാണ് ഏറ്റവും ടോപ്പിൽ. അതിൽ തന്നെ ശശമഹായോഗം അതിൻ്റെ പരമാവധി പവർഫുള്ളായിട്ട് വരണമെങ്കിൽ മേടം രാശിക്കാർക്കാണ് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ശനി കുംഭം രാശിയിൽ വരുന്നത്. അവർക്കാണ് ഈ ശശമഹായോഗത്തിൻ്റെ പരമാവധി നേട്ടങ്ങൾ വരിക. ഏതാണ്ട് അതുപോലെ ആർക്കും തന്നെ ഒരു രാശിക്കാർക്കും തന്നെ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരില്ല. ഇവിടെ തുലാം രാശിക്ക് 9 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് ആണെന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഇതിൽ 9 ഗ്രഹങ്ങളിൽ ഒരെണ്ണം പോലും സ്വക്ഷേത്ര ബലവാനായിട്ട് ഇല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 ഗ്രഹങ്ങൾ അനുകൂലമാണെങ്കിലും അതിനൊക്കെ ഒരു 70% മാർക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. 100% ഒന്നും കിട്ടില്ല. അതുമാത്രമല്ല, ഈ 9 ഗ്രഹങ്ങളൊക്കെ അനുകൂലമായിട്ടും ലഗ്നം വ്യത്യസ്തമാണെങ്കിൽ, തുലാം ലഗ്നം തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രേഡ് കുറയും. ഈ 9 ഗ്രഹങ്ങൾ ഇപ്പോൾ ശരിക്കും ഒരു ഗ്രഹവും തന്നെ നമുക്ക് ഇവിടെ സ്വക്ഷേത്രമില്ല. അപ്പോൾ തന്നെ സ്വക്ഷേത്രത്തിലുമല്ല, ഉച്ചക്ഷേത്രത്തിലുമല്ല ഒരെണ്ണം പോലും ഈ 9 ഗ്രഹങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഈ 9 ഗ്രഹങ്ങളും
അനുകൂലമായതിൻ്റെ പൂർണ്ണഫലം 100% നമുക്ക് കിട്ടില്ല തുലാം രാശിക്ക്. അത് മാത്രമല്ല, നിങ്ങളുടെ ലഗ്നം വ്യത്യസ്തമാണെങ്കിൽ അപ്പോൾ അവിടെയും ഇപ്പോൾ എൻ്റെ എന്തെന്ന് പറഞ്ഞാൽ തുലാം രാശിയാണെങ്കിലും കർക്കിടക ലഗ്നമാണ്. കർക്കിടക രാശിയുടെ ഫലവും എനിക്ക് വരും. അത് ഞാൻ ഇന്ന് ആദ്യം പറഞ്ഞു. അത്ര വലിയ സുഖകരമല്ല കർക്കിടക രാശിയുടെ ഇപ്പോഴത്തെ ഫലം. അപ്പോൾ ഈ തുലാം രാശിക്കാർക്ക് നേട്ടം തന്നെയാണ്. 9 ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണ്. ഇടിവെട്ട് സൗഭാഗ്യമൊക്കെയാണ്. പക്ഷേ ലഗ്നം നിങ്ങൾ ഒരു ജ്യോതിഷനെ കൊണ്ട് കണ്ടുപിടിച്ച് അതിൻ്റെ ഫലവും കൂടി നിങ്ങൾ നോക്കണം. തുലാം ലഗ്നം തന്നെയാണെങ്കിൽ നേട്ടമാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്ന്. പിന്നെ നിങ്ങൾ ജനിച്ച സമയം വെച്ചുള്ള ഗ്രഹനിലയിൽ ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെ ഉണ്ട്, അത് അനുകൂലമായിരിക്കണം. പിന്നെ മഹാദശ അനുകൂലമായിരിക്കണം, അന്തർദശ അനുകൂലമായിരിക്കണം. അതുമാത്രം പോരാ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതിയൊക്കെ അടിമുടി മാറ്റുക. അതായത് കൃത്യമായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ, ഇപ്പോൾ ഇന്നത്തെ ബ്രഹ്മമുഹൂർത്തം അതായത് 27-ാം തീയതിത്തെ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് രാവിലെ 4:41 AM മുതൽ 5:29 AM വരെയാണ്. അപ്പോൾ ആ സമയത്ത് കുളിച്ച് വൃത്തിയായി വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം ഒരു കൃത്യ ടൈമിന്. ഞാൻ കൃത്യം 5:13 പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അതുപോലെ ഒരു കൃത്യ സമയം. അങ്ങനെ ഒരു 100,000 കാര്യങ്ങളുണ്ട്. പിന്നെ മന്ത്രങ്ങൾ എത്ര എണ്ണമാണ്, കോടിക്കണക്കിന് മന്ത്രങ്ങളുണ്ട്. എല്ലാം കൂടെ നമുക്ക് ചൊല്ലാൻ പറ്റില്ല. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 ഗ്രഹങ്ങളും അനുകൂലമായതിൻ്റെ നേട്ടങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാനൊന്നും പറ്റത്തില്ല. വെളിച്ചം ചാനൽ പറഞ്ഞു ഇടിവെട്ട് സൗഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് മന്ത്രജപങ്ങളോടെ പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അതുപോലെ തന്നെ അന്നദാനങ്ങൾ, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി. വെളിച്ചം ചാനലിൽ കണ്ടിട്ട് ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരുടെ പുറത്ത് കയറി കുതിര കയറാൻ ചെന്ന് കഴിഞ്ഞാൽ അത് കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇല്ലാത്തൊരു പ്രവൃത്തിയാവും. ഓക്കെ, മറ്റുള്ളവരെ ദുഷിച്ച് പറയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ നേട്ടങ്ങൾ എല്ലാം ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം കൂടി ഒത്തുചേർന്നെങ്കിലേ നേട്ടം ഉണ്ടാകത്തുള്ളൂ, പൂർണ്ണമായിട്ടും 100%. ഓക്കെ, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഈ ദിവസങ്ങളിൽ 9 ഗ്രഹങ്ങളും അനുകൂലമാണ്. അപ്പോൾ നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന എല്ലാ നേട്ടങ്ങളും നേടാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം അറിഞ്ഞോണം, ജൂലൈ 28-ന് സന്ധ്യയ്ക്ക് 7:46 PM ചൊവ്വ കന്നിരാശിയിൽ വരും. അപ്പോൾ അത് ഏതാണ്ട് 45 ദിവസമാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തുലാം രാശിയിൽ വരും 45 ദിവസം. പിന്നെ വൃശ്ചികം രാശിയിൽ വരും. അപ്പോൾ ഇനിയുള്ള ഏകദേശം 45 ദിവസം വെച്ച് ഏതാണ്ട് 140-140 ദിവസം ചൊവ്വ പ്രതികൂലമായിരിക്കും. 28-ാം തീയതി മുതൽ രാത്രി 7:46 PM മുതൽ. അതിനുശേഷം ചൊവ്വ കറങ്ങി ധനുരാശി വരുമ്പോഴേ നേട്ടമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ 27-28 തീയതികളിൽ ചെയ്ത് തീർത്തോണം. ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത്. അവിടെ വ്യാഴം ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ഗുരുശുക്രയോഗത്തോടൊക്കെ നിൽക്കുകയാണ്. പക്ഷെ ഗുരുശുക്രയോഗത്തിൻ്റെ 100% ഫലമൊന്നും നമുക്ക് കിട്ടത്തില്ല. കാരണം ശുക്രനും വ്യാഴവും ഈ പറഞ്ഞ സ്വക്ഷേത്രമൊന്നും അല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓരോരോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗുരുശുക്രയോഗം മീനം രാശിയിൽ വരികയാണെങ്കിൽ കന്നിരാശിക്കൊക്കെ 100% ഒക്കെ കിട്ടിയെന്ന് വരും. ഓക്കെ, ഇടവൻ രാശിക്ക് ഇപ്പോൾ ഗുരുശുക്രയോഗം മീനം രാശിയിൽ വരികയാണെങ്കിൽ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രവുമാണ്, ശുക്രൻ്റെ
ഉച്ചക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഈ ഇടവൻ രാശിക്കാവുമ്പോൾ നേട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമൊന്നും ഇവിടെ കിട്ടുന്നില്ല. ഭാഗ്യസ്ഥാനത്തൊക്കെയാണ് ശുക്രൻ ഗുരുവും, എങ്കിലും ഗുരുശുക്ര യോഗത്തിൻ്റെ ഒരു 70% നമുക്ക് പ്രതീക്ഷിക്കാം. അതൊക്കെ തന്നെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നെങ്കിലൊക്കെ നടക്കത്തുള്ളൂ. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ശുക്രൻ മാറുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണുക. ഓക്കെ, എന്തായാലും തുലാം രാശിക്ക് നല്ല അവസരങ്ങളാണ്. അത് ബുദ്ധിപൂർവം, കൗശലപൂർവം, വിവേകപൂർവം നമ്മൾ ഈ 9 ഗ്രഹങ്ങളും അനുകൂലമായതിൻ്റെ ഒരു നേട്ടങ്ങൾ നേടാൻ വേണ്ടി പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ ചെയ്യുക. ഓക്കെ, ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഇവിടെ ശുക്രൻ അനുകൂലമായിട്ട് വന്നു. ഓക്കെ, അഷ്ടമത്തിൽ ശുക്രൻ നല്ലതാണ്. ഓക്കെ, പക്ഷേ വ്യാഴം പ്രതികൂലമാണ്. അപ്പോൾ അവർക്ക് വൃശ്ചികം രാശിക്ക് 10ാം ഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും ഉണ്ട്. അപ്പോൾ അത് രണ്ടും അനുകൂലമാണ്, ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഉള്ള ഫലം പറയാം. വ്യാഴം ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്, അഷ്ടമത്തിലാണ്. അപ്പോൾ വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. അവർക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹങ്ങൾ 1 തൊട്ട് തുടങ്ങുന്നുണ്ട്. ചൊവ്വ 28-ാം തീയതി മാറുന്നുണ്ട്. അത് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അതൊക്കെ നല്ലതാണ്. അപ്പോൾ വൃശ്ചികം രാശിക്ക് ഇച്ചിരി നല്ല നേട്ടങ്ങളൊക്കെ വരാൻ പോവുകയാണ്. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. അതുപോലെ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നീങ്ങിത്തുടങ്ങും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാട, ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. സൂര്യൻ ഇവിടെ അഷ്ടമത്തിലാണ്. ഓക്കെ, ബുധൻ അഷ്ടമത്തിൽ വരുന്നത് നല്ലതാണ്. അപ്പം ബുധൻ അനുകൂലമാണെങ്കിൽ സൂര്യൻ അനുകൂലമല്ല. അത് ഈ കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് പ്രതികൂലമായിരിക്കും, തൊഴിൽ രംഗത്തും മറ്റും. എങ്കിലും വ്യാഴം ഇവർക്ക് 7ാം ഭാവത്തിൽ ഇവർക്ക് ഗുരുശുക്രയോഗം വരുന്നു. വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ പ്രധാനമായിട്ടും 7ാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ ദാമ്പത്യ സുഖം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രേമ ജീവിതത്തിലും അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിലുമൊക്കെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഇവർക്ക് സർപ്പം അനുകൂലമാണ്. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം കിട്ടും. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ സാധ്യതയുണ്ട്. ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് നേട്ടം ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, പിന്നെ ഭൗതിക സുഖങ്ങൾ. ഓക്കെ, ഇനി മകരം രാശിയുടെ ആദ്യം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. ഗുരുശുക്രയോഗം ഇവർക്ക് 5ാം ഭാവത്തിൽ വരികയാണ്. അപ്പോൾ പ്രണയ ജീവിതത്തിൽ ഇവർക്ക് നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റം, ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും. അതുമാത്രമല്ല, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ 6ാം ഭാവത്തിൽ ബുധാദിത്യ യോഗം വരുന്നു. രവി ബുധയോഗം, നിപുണയോഗം. അത് കർക്കിടക മാസം മുഴുവൻ തൊഴിൽ ലാഭം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ വരും. ഇവർക്ക് ശനി, ചൊവ്വ, സർപ്പം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, അതുപോലെ തന്നെ ശനിക്ക് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ
എല്ലാ ദിവസവും ദർശനം നടത്തുക. ഇനി മീനം രാശി. മീനം രാശി എന്ന് പറയുമ്പോൾ പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് ജന്മശനിയാണ്. അപ്പോൾ ഇവർ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് അതുപോലെ തന്നെ ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു. ഇവർക്ക് 6ാം ഭാവത്തിൽ ചൊവ്വ, ശിഖി, ചന്ദ്രൻ ഇവ അനുകൂലമാണ്. അതുപോലെ 4ാം ഭാവത്തിൽ ശുക്രനുമുണ്ട്. അപ്പോൾ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിധി വന്നെന്ന് വരാം. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. ഭൗതിക സുഖങ്ങൾ ഉണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം. 27/7/2025 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 2, 5, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 28/7/2025 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 2, 1, 7, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 27-ാം തീയതി രാവിലെ 4:41 AM മുതൽ 5:29 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 27-ാം തീയതി. 28-ാം തീയതി 4:42 AM മുതൽ 5:30 AM വരെയാണ് 28-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 27-28 തീയതികളിൽ ഉച്ചയ്ക്ക് 12:08 PM മുതൽ ഉച്ചയ്ക്ക് 12:58 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം 27-28 തീയതികളിൽ. രാഹുകാലം 27-ാം തീയതി വൈകിട്ട് 5:15 PM മുതൽ വൈകിട്ട് 6:49 PM വരെയാണ് 27-ാം തീയതി രാഹുകാലം. 28-ാം തീയതി 7:51 AM മുതൽ രാവിലെ 9:25 AM വരെയാണ് 28-ാം തീയതി തിങ്കളാഴ്ച രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം. 27 ഞായറാഴ്ച ചുവപ്പ്, 28-ാം തീയതി തിങ്കളാഴ്ച നീല, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശുഭദിനം.